ഇപ്പോൾ ഡി.കെ. മുരളി എം.എൽ.എ. സംസാരിക്കുന്നു. വെഞ്ഞാറമൂട് സംഭവത്തിലെ പ്രതിയുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞ ശേഷമാണ് പ്രതികരണം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും ന്യൂറോ സർജനും ഡോക്ടേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ ഞാൻ കണ്ടിരുന്നു. കണ്ണു തുറന്നു, സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയായി മാറിയിട്ടുണ്ട്. ആശ്വസിപ്പിക്കുമ്പോൾ മക്കൾ എന്ന് പറയുന്നുണ്ട്, വ്യക്തമായ മക്കൾ എന്ന് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു സെഡേഷനുണ്ട്, എന്തോ മെഡിസിൻ്റെ സെഡേഷനുണ്ട്. ഡോക്ടർമാർ പറയുന്നത് നാളെയൊക്കെ ആകുമ്പോൾ കുറേ കൂടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ഞാൻ ന്യൂറോ സർജനുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത്. കൊലപാതകത്തിന് കാരണം എന്താണെന്നാണ് പ്രാഥമികമായിട്ട് തോന്നുന്നത്? അത് ഇയാളുടെ ഇപ്പോൾ പ്രതി കൊടുത്തിരിക്കുന്ന മൊഴിയാണ് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നത്. അയാളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവിടെ പിതാവിന് ഗൾഫിലുള്ള വരുമാനമെല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കടങ്ങൾ പലയിടത്തു നിന്നും വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ കടം ചോദിക്കുമ്പോൾ കിട്ടാതെ വരുന്നു. അപ്പോൾ ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നു. കടം ചോദിക്കുന്നവർ തന്നെ റഫായി പെരുമാറി. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഉമ്മയും ഇയാളും കൂടി തീരുമാനിച്ചു എന്നാണ് ഇയാളുടെ മൊഴി. അങ്ങനെ തീരുമാനിക്കുന്ന കൂട്ടത്തിലാണ് ഒരുപക്ഷെ പോയിസണെല്ലാം കഴിച്ചാൽ മരണം സംഭവിച്ചില്ലെങ്കിലോ എന്ന് കരുതി കൊല്ലാനുള്ള ദൗത്യം അയാൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നാണ് അയാളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവരുടെ ഇഞ്ചുറിയെ സംബന്ധിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം എന്തെങ്കിലും ബ്ലണ്ട് ഒബ്ജക്റ്റ് കൊണ്ട് നന്നായി പ്രഹരിച്ചാൽ കാണാവുന്ന മുറിവുകളാണ് തലയിലും മറ്റുമൊക്കെ കാണുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല, അവർക്ക് അങ്ങനെയൊന്നും പറയാൻ അവസ്ഥയായിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി അവർക്കിപ്പോഴും അറിയില്ല. മക്കൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ്. അല്ലെങ്കിൽ മക്കളെ കാണണം, മക്കളെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമാണ് അവരുടെ അന്വേഷണത്തിൽ നിന്ന് വരുന്നത്. പിന്നെ ഇന്നലെ പോലീസിനോട് മറിഞ്ഞു വീണോ അല്ലെ കറ്റയിൽ നിന്ന് വീണോ അങ്ങനെ മകനെ രക്ഷപ്പെടുത്തുന്ന രൂപത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ ഉമ്മയെ ആശുപത്രിയിലെത്തി കണ്ട ശേഷം ഡി.കെ. മുരളി എം.എൽ.എ. ആണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.